ടീച്ചറെ PT സാറ് വീട്ടിൽ തിരിച്ചു വന്നെന്ന് കേട്ടല്ലോ. ഓ വന്നു ടീച്ചറെ. കഴിഞ്ഞ ദിവസം എന്റെ ക്ലാസ്സിൽ വരെ ഇറക്കാൻ യൂണിഫോമിന്റെ പാൻറ് ഇട്ടോണ്ടില്ല. അവനെ അടുത്ത് വെളിയിൽ കളഞ്ഞു. 10 മിനിറ്റ് കഴിയുമ്പോൾ യൂണിഫോമിന്റെ പാൻറ് ഇട്ടോണ്ട് വന്നേന്ന്. എങ്ങനെയാന്ന് വെച്ചാൽ PT സാർ അവന് യൂണിഫോമിന്റെ പാൻറ് വാങ്ങിച്ചു കൊടുത്തു. അവൻ വന്നതിന്റെ പുറം ഒരു കെട്ടി യൂണിഫോം ആയിട്ട് PT സാർ വരുന്നു. ഇങ്ങനെ എന്താ പ്രാന്താണ് ആർക്കറിയാം. ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന ശമ്പളം തികയുന്നില്ല. അപ്പോഴാ ഇങ്ങനൊന്നും പിള്ളേരെ സപ്പോർട്ട് ചെയ്യരുത്. അത് നല്ലതല്ല. എന്തുകൊണ്ട് നല്ലതല്ല സാറേ? നല്ല പിള്ളേരെ ഇങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് അവർ തലേക്കേറി നരകത്തേ ഉള്ളു. നിങ്ങൾ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ കേൾക്കുന്ന ഏതെങ്കിലും ഒരു പിള്ളേരുടെ പേര് പറഞ്ഞേ. PT സാർ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് സാർ ഒരു വിളി വിളിച്ച് സ്കൂൾ മൊത്തം സാറിന്റെ ഫ്രണ്ട് വന്നിരിക്കും, ഞാൻ ഉൾപ്പെടെ. പിന്നെ മാത്സ് ടീച്ചറും ഫിസിക്സ് ടീച്ചറും പഠിപ്പിക്കുന്ന പറഞ്ഞ് ഇവിടെ ഒരു അഡ്മിഷനും നടന്നിട്ടില്ലല്ലോ. ഇന്നിപ്പോ 4ാമത്തെ അഡ്മിഷനാണ് കഴിഞ്ഞത്. അത് PT സാർ ഉണ്ടായിട്ട് മാത്രം. സാറേ പുതിയൊരു അഡ്മിഷനും കൂടി വന്നിട്ടുണ്ടേ. അതാ വരുന്നത്. സാറല്ലേ PT സാർ? അതെ സാറേ, ഇതെന്റെ മോനാ. ഇപ്പൊ അഡ്മിഷൻ എടുത്തതുള്ളൂ. ഇപ്പൊ നന്നായിട്ട് ഓടും. ഇപ്പം പഠിച്ച പഴയ സ്കൂളിലാണെങ്കിൽ സ്പോർട്സിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനൊരു സാർ ഇവിടെ ഉള്ളപ്പോൾ ആ സ്കൂളിൽ ഇരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. സാറേ ഇവനെ നല്ലൊരു ഓട്ടക്കാരനാക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. സാറൊന്ന് ഇവന് താല്പര്യം ഉണ്ടെങ്കിൽ ഇവനെ ഒരു ഓട്ടക്കാരനാക്കുന്ന കാര്യം ഞാൻ ഏറ്റ്. അത് മതി. പിന്നെ എന്തോ ഇല്ലിരിക്കുന്ന ഇവനെ പഠിപ്പിക്കുമ്പോൾ മാത്സ് ടീച്ചർ ഫിസിക്സ് ടീച്ചറും അവരെയും കൂടെ ഒന്ന് കണ്ടേരെ. ഓ ടീച്ചർമാരെ, എൻ്റെ മോനാ, പുതിയ അഡ്മിഷനാ. മാത്സ് ടീച്ചറും ഫിസിക്സ് ടീച്ചറും അല്ലയോ? അതെ, ഈ മാത്സ് പീരീഡ് ഫിസിക്സ് പീരീഡ് സ്പോർട്സിന്റെ പ്രാക്ടീസും എല്ലാം ഉണ്ടെങ്കിലേ എൻ്റെ മോനെ അങ്ങ് വിട്ടേക്കണേ കേട്ടാ. മോനെ വാ, പുതിയ ഷൂ ഒക്കെ മേടിക്കണം.